ഞാൻ സരിത. എല്ലാവർക്കും സിമ്പിൾ ടിപ്സ് മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അടിപൊളി നൈറ്റ് ക്രീം ഉണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അത് നമുക്ക് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നൈറ്റ് ക്രീമാണ്. എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ ഇത് എന്തിനാണ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻറ്റി ഏജിങ് ആണ് ഇതിൻ്റെ മെയിൻ പർപ്പസ്. കാരണം നമ്മുടെ മുഖത്തുണ്ടാവണ ചുളിവുകളൊക്കെ മാറാനും അതുപോലെ തന്നെ ചിലർ പറയും നമുക്ക് സ്കിന്ന് ചിലരുടെ ഭയങ്കരമായിട്ട് സാഗ് ആവണുണ്ടെന്ന്. സോ അതൊക്കെ മാറാനായിട്ട്, അതുപോലെ നെക്കിൽ ഫൈൻ ലൈൻസ് വരുന്നതും ഒക്കെ മാറാൻ, അതുപോലെ തന്നെ ഇത് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനായിട്ടും നമ്മുടെ പിന്നെ പിഗ്മെൻറ്റേഷൻ ചിലർക്ക് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ ഉണ്ടാവും, ഈ രണ്ട് കവിളിലൊക്കെ ആയിട്ട് കരിമംഗലം പോലൊക്കെ വരുന്നതും ഒക്കെ മാറാനായിട്ട് ഉള്ള ഒരു അടിപൊളി ക്രീമാണ്. പിന്നെ ഇത് നൈറ്റിലെ യൂസ് ചെയ്യാവൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ ചില ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ പകൽ സമയത്ത് യൂസ് ചെയ്യേണ്ടത് നല്ലതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് രാത്രിക്കാണ് ഉപയോഗിക്കേണ്ടത്. പിന്നെ എപ്പോഴും ഞാൻ പറയുന്നതാണ്, എല്ലാവരും ചോദിക്കും ചേച്ചി നമ്മുടെ സ്കിന്നിൽ ഇങ്ങനെ ഏജിങ് സൈൻസ് വരുന്നത് ഒരു 30 ഒക്കെ ആകുമ്പോൾ തന്നെ വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇങ്ങനെയുള്ള ക്രീമുകൾ അപ്ലൈ ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾ വെള്ളം നിറച്ച് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ചില ആൾക്കാർ ഭയങ്കരമായിട്ട് ഫ്രൈഡ് ഐറ്റംസ് കഴിക്കും. സോ അതൊന്നും ഒഴിവാക്കിയിട്ട് നമ്മുടെ സീസണൽ ഫ്രൂട്ട്സ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ക്രീം വീട്ടിലുണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കൂ. നല്ല ഒരു വ്യത്യാസം നിങ്ങൾക്ക് ഉണ്ടാവും. സോ ആദ്യം നമ്മൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്, ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കുകയാണ് കേട്ടോ ഈ ക്രീം. അതുകൊണ്ട് തന്നെ ഞാനൊരു 4 സ്പൂണോളം അലോവേര ജെല്ലാണ് ഇതിന് എടുക്കുന്നത്. അപ്പം നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ഇപ്പോൾ ഒരു 10-20 ദിവസം വരെയൊക്കെ നമുക്കിത് ഫ്രിഡ്ജിൽ യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയും വയ്ക്കാം. അപ്പോൾ ഒരു 4 സ്പൂണോളം അലോവേര ജെൽ എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ വെളിച്ചെണ്ണ, അത് വെർജിൻ കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം 1.5 സ്പൂണാണ് കേട്ടോ അത് ഒഴിക്കേണ്ടത്. നെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് 1 സ്പൂൺ ഗ്ലിസറിൻ ആണ്. അപ്പം ഈ നമ്മുടെ ഓയിലി സ്കിൻ ഉള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ഇപ്പം നമ്മൾ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ, കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തത് ഒന്നുകിൽ സ്വീറ്റ് ആൽമണ്ട് ഓയിൽ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ, ഇതിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്തിട്ട് ഇപ്പോൾ ഈ ഗ്ലിസറിൻ മാത്രം യൂസ് ചെയ്താലും മതി. നെക്സ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. അപ്പോൾ അത് വൈൽഡ് ടർമറിക്കാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് ശരിക്കും നമ്മളെ അതേ കണ്ടോ കുറച്ച് കൂടുതൽ നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോൾ ഇത് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഉണ്ടാക്കി ഒരു 20 ഡേയ്സ് വരെയൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ പുറത്ത് എടുത്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തന്നെ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു തണുവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്കിത് ഓവർനൈറ്റ് വെക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് കുറച്ച് ഡോട്ട്സ് പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാടൊന്നും അപ്ലൈ ചെയ്യേണ്ട. നെക്കിലും ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വരെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. കാരണം നിങ്ങൾ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ഒക്കെ കണ്ടു. അപ്പം അവർക്കും വൺസ് ഒരു ഇപ്പം രാത്രിക്കൊക്കെ ഒന്ന് ജസ്റ്റ് കിടക്കുന്നതിന് മുമ്പ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല. പിന്നെ ജെൻസിന് യൂസ് ചെയ്യണമെങ്കിൽ നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ള ടർമറിക് ഒഴിവാക്കുക കേട്ടോ. അത് ശ്രദ്ധിക്കണം. ജെൻസിന് ടർമറിക് അധികം ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതല്ലാത്തത് കൊണ്ടാണ്. അപ്പം ആ ടർമറിക്ക് മാത്രം ഒന്ന് ഒഴിവാക്കുക. പിന്നെ ഓയിലി സ്കിന്നായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ഇപ്പോൾ കോക്കനട്ട് ഓയിൽ അത് പിടിക്കില്ല, മുഖത്ത് പിമ്പിൾസും കാര്യങ്ങളും ഒക്കെ വരുവാണെങ്കിൽ നിങ്ങൾ ആ ഒരു ഓയിൽ പോർഷൻ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ബാക്കി അതുപോലെ തന്നെ ചെയ്യുക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. യൂസ് ചെയ്യാനും ഈസിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഫ്രിഡ്ജിൽ 20 ഡേയ്സ് ഒക്കെ ഒരു ബാച്ച് ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണ് കേട്ടോ ചെയ്യാനായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഇതിനെപ്പറ്റി സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരുമായിട്ടും നിങ്ങൾ ഷെയർ ചെയ്യുക വീഡിയോ, അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഉടനെ വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ഫ്രം സരിത.